നമസ്കാരം. എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്ന മോഹവും. മനുഷ്യൻ്റെ ആയുസ് ഓരോ ദിവസവും കുറഞ്ഞു വരുമ്പോഴും അവൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് പൂന്താനം തിരുമേനിയുടെ ജ്ഞാനപ്പാനയിലെ ഈ വരികളുടെ അർത്ഥം. ഈ വരികളിപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷിക ദിനമായിരുന്നു. ധീരസ്മരണകളിൽ നേതാക്കളും അണികളും നാടും ഉണർന്ന ദിവസമാണ് അത്. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് VSന് തുല്യം VS മാത്രമേ ഉള്ളൂ എന്നാണ്. VSന് വലിയ അധികാരക്കൊതിയാണെന്ന് സ്ഥാപിക്കാൻ പൂന്താനത്തിൻ്റെ മേൽപ്പറഞ്ഞ വരികൾ ഉരുവിട്ട ആളായിരുന്നു ഒരു കാലത്ത് പിണറായി വിജയൻ. VS മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പായിരുന്നു പിണറായി വിജയൻ ഇത് പറഞ്ഞത്. പിണറായിക്കിപ്പോൾ വയസ്സ് 82 ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ മണ്ടി മണ്ടി കരേറുകയാണോ അതോ മങ്ങി മങ്ങി പടിയിറങ്ങുകയാണോ? പാർട്ടിയിലെ അധികാരക്കൊതിയന്മാരെയും കൊള്ളസംഘത്തെയും ദൂഷിത വലയത്തിൽപ്പെട്ട പാർട്ടി സംവിധാനങ്ങളെയും ചോദ്യം ചെയ്തിരുന്ന കാലത്ത് VS അച്യുതാനന്ദനെ എന്തൊക്കെ പേരിട്ടാണ് CPMൻ്റെ നേതാക്കന്മാർ വിമർശിച്ചത്. ശംഖുമുഖത്ത് പാർട്ടി കോൺഗ്രസിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ VSനെ വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി നടത്തിയ പ്രസംഗം ഓർക്കുന്നില്ലേ? ഒരു ഉറുദു കവിത ചൊല്ലിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. കടലിൽ കിടക്കുമ്പോൾ മാത്രമേ വെള്ളത്തിന് തിരമാലകളുടെ ശക്തി ഉണ്ടാവുകയുള്ളൂ. ബക്കറ്റിൽ കോരി വച്ചിരിക്കുന്ന വെള്ളത്തിൽ തിരനുരയില്ലെന്നായിരുന്നു ആ പ്രസംഗം. പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുമ്പോഴേ തിരയുടെ ശക്തി അറിയൂ. പിണറായി വിജയൻ പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുകയായിരുന്നില്ല, പ്രസ്ഥാനത്തെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ മടിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്ര ശക്തിയെന്ന് ഗോവിന്ദനും സംഘവും തിരിച്ചറിയുന്നുണ്ട്. ഒരർത്ഥത്തിൽ VS ഈ പിണറായി സംഘത്തിന് മുഴുവൻ വെറുക്കപ്പെട്ടവനായിരുന്നു ഒരു കാലത്ത്. സമൂഹത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടന്നതുകൊണ്ട് മാത്രമാണ് VSന് ജനമെന്ന തിരയുടെ ശക്തി കിട്ടിയത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ തിരുത്താൻ അണികൾക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത്. VS ഇല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. തൻ്റെ അസാന്നിധ്യത്തിൽ സകല ഗുരുത്വദോഷികളെയും എടുത്തു മലർത്തിയടിക്കാൻ VSൻ്റെ ആത്മാവിന് കഴിഞ്ഞു. ഇരുമ്പിലെ തുരുമ്പാണ് VS എന്നായിരുന്നു കണ്ണൂരെ ഒരു തീപ്പൊരി സഖാവ് പ്രസംഗിച്ചത്. വേശ്യാലയത്തിന് കാവൽ നിൽക്കുന്ന വൃദ്ധനെന്നായിരുന്നു അത്രേ ഒരു വിപ്ലവ കന്യക പാർട്ടി കമ്മിറ്റിയിൽ VSനെ വിശേഷിപ്പിച്ചത്. നാടകകൃത്ത് മുൻ MLAയുമായ പിരപ്പൻകോട് മുരളി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട VS തൊട്ടടുത്തിരുന്ന സഖാവിനോട് ചോദിച്ചു പോലും ഈ പെൺകുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. വന്ധ്യവയോധികനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി അത്തരം വൃത്തികെട്ട നെറികെട്ട ഭാഷയിൽ ഒരു പ്രസംഗം നടത്തിയ ആ യുവതി തെരുവിലൂടെ മുദ്രാവാക്യത്തെറിയുമായി നടന്നു പോകുന്നതിൽ വല്ല തെറ്റും പറയാനുണ്ടോ? ഇതൊക്കെ പാർട്ടിയുടെ വളർത്തുദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നാടുനീളെ നടന്ന വളവളപ്പൻ പ്രസംഗങ്ങൾ നടത്തുന്നതല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് പാർലമെൻറ്റിലോ നിയമസഭയിലോ എത്താൻ ഇത്തരക്കാർക്ക് കഴിയുമെന്ന് തോന്നുന്നതേയില്ല. അത്രയ്ക്കുണ്ട് അവരുടെ ജനസമ്മതി. അടുത്ത വിമർശകൻ പൂമരം സ്വരാജ് ആയിരുന്നു. അദ്ദേഹം VSനെ പറ്റി പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? സ്വരാജ് മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ പിതൃശൂന്യ പരാമർശം ഓർക്കുന്നില്ലേ? അതിന് മറുപടിയായി VS അന്ന് പറഞ്ഞത് മാതാപിതാക്കൾ ചേർത്ത് വളർത്തുന്ന കുട്ടികൾ അത്തരം വർത്തമാനങ്ങൾ പറയില്ല എന്നായിരുന്നു. അതിൻ്റെ ചൊരുക്കായിരുന്നു VSനോട് പിന്നീട് പൂമറിന്. ഒരു തവണ കൊതിക്കും മാത്രം തൃപ്പൂണിത്തറയിൽ നിന്നും നിയമസഭയിലെത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലെത്തിയ VS അച്യുതാനന്ദൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്ന സ്വരാജിനെ അന്ന് നമ്മൾ കണ്ടു. ആ കാലാണ് വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്നൊക്കെ ചിലർ പ്രസംഗിച്ച് നടന്നത്. എന്തായാലും VSൻ്റെ അനുഗ്രഹത്താൽ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പിന്നീട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ ആസ്ഥാന ബുദ്ധിജീവിയും ചിന്തകനും പത്രാധിപരുമൊക്കെയാണല്ലോ സ്വരാജ്. VSനെ സ്മരിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം രസമായിട്ടുണ്ട്. VS ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടെന്ന പ്രതീതിയാണ് പലർക്കുമെന്നും നാടും ജനങ്ങളുമായി അത്രയേറെ ഇഴുകിച്ചേർന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്നും പിണറായി വിജയൻ പ്രസംഗിച്ചു. അല്ല പിണറായി സാറേ, താങ്കൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന തോന്നൽ എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത്? VSനെ പോലെ താങ്കൾ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നില്ലല്ലോ. ജനത്തെ 56 അടി അകലെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. താഴെ വന്നേ സമ്മാനമുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ പിണറായി വിജയന് സമ്മാനം നേരിട്ട് നൽകി ജനം താഴെ ഇറക്കുകയായിരുന്നു. VSന് തുല്യമായി VS മാത്രമേ ഉള്ളത്രേ. ആ വിടവ് നികത്താനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. അല്ല സഖാവേ, VSൻ്റെ വിടവിൽ പിണറായി വിജയൻ കയറിയിരിക്കുമോ? ആരെ വെച്ച് വിടവ് നികത്താനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്?
പിണറായിയുടെ വിടവ് നികത്താൻ ഒരുപാട് സഖാക്കൾ പിന്നാലെ വരിവരിയായി നിൽക്കുകയാണ്. പക്ഷേ വി എസിൻ്റെ വിടവ് അങ്ങനെ തന്നെ അവശേഷിക്കും. എം വി ഗോവിന്ദൻ്റെ പ്രസംഗമായിരുന്നു അതിലും രസകരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരിയായ ബുദ്ധിജീവിയായിരുന്നു അത്രേ വി എസ്. അവിടെയും വിവരക്കേടല്ലാതെ എന്തെങ്കിലും ഈ ഗോവിന്ദൻ പറയുന്നുണ്ടോ എന്ന് നോക്കുക. വി എസ് ബുദ്ധിജീവിയാണെന്ന് ഒരു മനുഷ്യനും ഇതുവരെ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. പകരം ബുദ്ധിയുള്ള മനുഷ്യരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും മനസ്സിലും കയറിക്കൂടാൻ വി എസിന് കഴിഞ്ഞു. ജൈവ ബുദ്ധിജീവി എന്ന് ആർ ബിന്ദു വിശേഷിപ്പിച്ച പിണറായി വിജയനിൽ എന്തെങ്കിലും ഒരു ജൈവികത അടങ്ങിയിട്ടുണ്ടോ? ഇതുവരെ അതാർക്കും ബോധ്യമായിട്ടില്ല. ഇന്നലെ വലിയ ചുടുകാട്ടിൽ വീണ്ടും കണ്ണേ കരളെ വിളികൾ മുഴങ്ങി. ആ വിളിയിൽ സ്നേഹവും ലാളനയുമുണ്ട്. കണ്ണേ കരളെ പിണറായി എന്ന് ആരെങ്കിലും വിളിക്കുമെന്ന് തോന്നുന്നില്ല മനസ്സിൽ തട്ടി. പകരം നമുക്ക് കാരണഭൂത തിരുവാതിരയുണ്ട്, കുമ്മിയുണ്ട്, കുമിറ്റുണ്ട്. സമൂഹത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള സമുദായ ശക്തിയുടെ ശ്രമം വി എസിൻ്റെ കാലത്തുണ്ടായിട്ടില്ലെന്ന് തോമസ് അച്ചായനും പ്രസംഗിച്ചു. ശരിയാണ്, വി എസ് സമുദായ ശക്തികൾക്കെതിരെ ശക്തമായി ചെറുത്തു നിന്നു. പക്ഷേ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ച് കാറിൽ കയറ്റിയ പിണറായി വിജയനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തനി വർഗീയത കളിച്ചാണല്ലോ പിണറായി വിജയൻ പാർട്ടിയെ ഈ പരുവത്തിലെത്തിച്ചത്. നിങ്ങളൊക്കെ മരണാനന്തരം വി എസിനെ ഇങ്ങനെ സ്തുതിച്ച് നടക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ജനം പുച്ഛിക്കും സഖാക്കളെ. ആ രണ്ടക്ഷരം പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ മുഴുത്ത തലയ്ക്ക് പകരം വി എസിൻ്റെ ഒരു ചിത്രമായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇത്രയും ഗതികെട്ട തോൽവി ഉണ്ടാകുമായിരുന്നില്ല. സി പി എമ്മിൻ്റെ എത്രയോ നേതാക്കൾ മത്സരിച്ചു. അവരിൽ ആരുടെയെങ്കിലും പോസ്റ്ററിൽ വി എസിൻ്റെ ഒരു ചിത്രം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ തോറ്റു തുന്നമ്പാടി ജനമെടുത്ത് തോട്ടിലിട്ടപ്പോൾ വി എസിൻ്റെ സ്മരണയിലങ്ങ് ഇരമ്പുകയാണ് സഖാക്കൾ. വി എസ് മടങ്ങിയത് ജനഹൃദയങ്ങളിലേക്കാണ്. പാർട്ടി എരിഞ്ഞടങ്ങിയത് വലിയ ചുടുകാട്ടിലും. ഇതാണ് അന്ന് സംഭവിച്ചത്. പിണറായി വിജയനും പാർട്ടിയും ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങളും വി എസിലേക്ക് തന്നെ മടങ്ങുക. മണ്ണിനെയും മനുഷ്യരെയും തിരിച്ചറിയുക. സഖാക്കളുടെ തന്നിഷ്ടവും ജാടയും ഹുങ്കും അവസാനിപ്പിക്കുക. ഞങ്ങളാണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രകൃതിയുടെയും നടത്തിപ്പുകാരെന്ന ഭാവം വെടിഞ്ഞു കളയുക. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നതുപോലെ 1008 പടികൾ വരെ എത്ര സമാധാനചിത്തനായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ നടന്നിറങ്ങുന്നത്. അതേ സഖാബേ, നിങ്ങൾക്കിനി കയറ്റമില്ല, ഇറക്കമേ ഉള്ളൂ.